നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇത്രമാത്രം മൂർച്ഛിച്ചിട്ടും ആക്രമണ പരമ്പരകൾ അരങ്ങേറിയിട്ടും ഇതുവരെ ഇറാൻ റഷ്യയിൽ നിന്നും സൈനിക സഹായം ആവശ്യപ്പെടാതിരുന്നതിനാൽ അമ്പരന്നിരിക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെയെങ്കിൽ എത്രമാത്രം ആയുധശേഖരം ഇറാനിൽ കാണുമെന്നതാണ് ഇസ്രായേലിനെയും ചങ്കിടിപ്പിക്കുന്നത്. ഗാസയിലും ലബനനിലും സിറിയയിലും നടത്തിയതുപോലെ പെട്ടെന്ന് ഇറാനെയും തീർക്കാമെന്ന് കരുതി ഇറങ്ങി തിരിച്ചവർ കാര്യങ്ങൾ അല്പം പതുക്കെയാക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. വളരെ കാലമായി ആയുധ നിർമ്മാണ രംഗത്ത് ഇറാൻ ഉണ്ടാക്കിയ വിപ്ലവകരമായ മുന്നേറ്റമാണ് ശത്രുവിന്റെ നേർക്ക് അവരിപ്പോൾ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർ മുനകളുള്ള മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും നാശനഷ്ടം വിതയ്ക്കാനും ഇത്തരം മിസൈലുകൾക്കും ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. അമേരിക്ക എന്തായാലും 14 ദിവസം കഴിഞ്ഞ് തീരുമാനിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കാണ് ഇറാന് താല്പര്യം. ഇസ്രായേലോട് ആക്രമണം നിർത്താൻ പറയാൻ യുഎസിന് ബുദ്ധിമുട്ടുണ്ട്. ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് തള്ളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. ഈ യുദ്ധ പരമ്പരയിലെ റഷ്യയുടെ മറുപടിയും ഏറെ ആകാംക്ഷ ചെലുത്തുന്നതാണ്. ഇപ്പോഴിതാ ഖമേനി വധത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് വളരെ ദേഷ്യത്തോടുകൂടി പ്രതികരിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ അമേരിക്കയോ ഇസ്രായേലോ ശ്രമിച്ചേക്കാമെന്ന ഊഹാപോഹത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകൻ സമ്മർദ്ദം ചെലുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ രോഷത്തോടുകൂടി ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തോടനുബന്ധിച്ച് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ പുടിൻ രൂക്ഷമായി പറഞ്ഞ മറുപടിയും ഇതാണ്. ഖമേനിയുടെ കൃത്യമായ സ്ഥാനം അറിയാമെന്ന് അവകാശപ്പെടുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടി ഭരണമാറ്റത്തിന് കാരണമാകുമെന്ന് സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും സമീപകാല അഭിപ്രായങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകൻ നേരിട്ട് ട്രംപിനോട് ഇത്തരത്തിൽ വളരെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചത്. എന്നാൽ അദ്ദേഹം അതിന്റെ സാധ്യതയെക്കുറിച്ച് 1% പോലും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറുപടി പറയാൻ പോലും താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ആ ചോദ്യവും നിന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഒരു മധ്യസ്ഥനാകാൻ സാധ്യതയുള്ള വ്യക്തിയായി പുടിൻ സ്വയം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ടെഹ്റാനുമായി റഷ്യയ്ക്കുള്ള ശക്തമായ സഖ്യം കാരണം പാശ്ചാത്യ നേതാക്കൾ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ മിക്കവാറും നിരാകരിച്ചു. എന്നിരുന്നാലും നയതന്ത്രപരമായ ഒരു പരിഹാരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇരട്ടിയായി പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഇസ്രായേൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പല വിവരങ്ങളും തെറ്റാണെന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുൻനിർത്തി റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ ഇറാൻ വ്യോമപാതയിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാദങ്ങളെയും രേഖകൾ സഹിതം പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇറാഖ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വ്യോമപാതയിൽ നിന്നാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന വെളിപ്പെടുത്തലാണ് പുടിനും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാനിയൻ സമൂഹത്തിന്റെ ഏകീകരണത്തിന് കാരണമായതായും റഷ്യൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം എല്ലാവരും ഭയക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഇറാനിലുണ്ട്. അത് ഇറാനിലെ ബുഷെഹറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിത ആണവ നിലയമാണ്. ഈ നിലയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാലും അമേരിക്ക ആക്രമണം നടത്തിയാലും പിന്നെ യുദ്ധത്തിന്റെ ഗതി മാറി. റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് കലാശിക്കുക. യുക്രൈനിൽ റഷ്യ സൈനിക പരിശീലനം നടത്തുന്ന മോഡലിൽ കാഴ്ചവെക്കുന്ന ലളിതമായ സൈനിക നടപടിയല്ല ഇറാനൊപ്പം റഷ്യ ചേർന്നാൽ സംഭവിക്കുക എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട്. റഷ്യൻ സൈനികരും ഇവിടെ കാവലുണ്ട്. ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ പോലും പുടിൻ മടിക്കുകയില്ല. 3 പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതിയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. 2022 യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷമാണ് ഇറാനുമായുള്ള സൈനിക ബന്ധം റഷ്യ കൂടുതൽ ശക്തമാക്കിയിരുന്നത്. ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായ ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ബുഷെഹറിലെ ആണവ നിലയത്തിൽ ഏകദേശം 200ഓളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്തു വരുന്നത്.
ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയുമായി തുടർന്നും റഷ്യ സഹകരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾക്കൊന്നിനും ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു തരത്തിലുള്ള കേടുപാടുകളും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ ഉൾപ്പെടുന്ന ഏതെങ്കിലും അടിയന്തര സൈനിക സംഘർഷ സാധ്യതയെ പുടിൻ തള്ളിക്കളഞ്ഞു. ഈ വർഷം ആദ്യം തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചിട്ടും മോസ്കോ ഇതുവരെ ഇറാൻ ആയുധങ്ങൾ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. എന്നിരുന്നാലും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയിൽ തുടർച്ചയായ സഹകരണം അദ്ദേഹം അംഗീകരിച്ചു. ഇസ്രായേലുമായി ധാരണയായ സുരക്ഷാ ഗ്യാരണ്ടി പ്രകാരം 200-ലധികം റഷ്യൻ തൊഴിലാളികൾ സ്ഥലത്ത് തന്നെ തുടരുന്ന റഷ്യൻ നിർമ്മിത ബുഷേഹർ പവർ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ. ട്രംപുമായി ഉടക്കിലുള്ള ഫ്രാൻസിനെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത് ശരിയല്ലെന്ന നിലപാടാണുള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം വേറെ രൂപത്തിലേക്ക് മാറിയാൽ അത് യൂറോപ്പിനും വൻ പ്രഹരമാകും. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ പശ്ചിമേഷ്യയിൽ മാത്രമല്ല യൂറോപ്പിനും അത് വൻ പ്രഹരമായി മാറുമെന്ന തിരിച്ചറിവും യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. റഷ്യക്കെതിരെ യുക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ശേഷിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവസരം മുതലാക്കി റഷ്യ യൂറോപ്പിനെ ആക്രമിക്കുമെന്ന ഭയമാണ് ഈ രാജ്യങ്ങൾക്കുള്ളത്. അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യമോ ഇറാന് നേരെ ആക്രമണം തുടങ്ങിയാൽ ആ നിമിഷം തന്നെ റഷ്യയും ചൈനയും ഇറാന് വേണ്ടി രംഗത്തിറങ്ങുമെന്നാണ് CIA ഉൾപ്പെടെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇറാൻ ആവശ്യപ്പെട്ടാൽ ഏതുതരം ആയുധ സഹായങ്ങൾ നൽകാനും റഷ്യ തയ്യാറാകുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമെന്ന ആശങ്കയാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ നിലവിലെ അവസ്ഥ അതല്ല. അമേരിക്ക വരെ എത്തി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളുടെ വൻ ശേഖരം തന്നെ ഇറാന്റെ ആവനാഴിയിലുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചില അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ ഇറാനെ ആക്രമിക്കുന്നതിന് എതിരെ അമേരിക്കയിലും പ്രതിഷേധം ശക്തമാണ്. പ്രസിഡന്റ് അമേരിക്കൻ ജനതയുടെയും സൈന്യത്തിന്റെയും ജീവൻ കൊണ്ട് കളിക്കരുതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇതോടെയാണ് 2 ആഴ്ച കഴിഞ്ഞ് ഇറാന്റെ ആണവ നിലയം ഉൾപ്പെടെ ആക്രമിക്കുന്നത് ആലോചിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായാണ് ഇവർ ചർച്ചകൾ നടത്തുന്നത്. ഖമേനിയെ ലക്ഷ്യമിടുന്നതിനെതിരെ പുടിൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരത്തെ തന്നെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വ്യക്തിപരമായി ഏറെ അടുപ്പം പുലർത്തുന്ന ചുരുക്കം ചില രാഷ്ട്ര നേതാക്കളിൽ പ്രമുഖനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് റഷ്യയുടെ പ്ലാൻ എന്നതും കണ്ടു തന്നെ അറിയേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്.